ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഒരു 2.2 ആംപ്ലിഫയറിൻ്റെ ബഡ്ജറ്റും അതിനെന്തൊക്കെ ഉപയോഗിക്കുന്ന സാധനം എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ആംപ്ലിഫയർ ചെയ്ത് തുടങ്ങുന്നതെന്നാണ്. ഇപ്പോഴേ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ ബോർഡുകളും വെച്ച് മാർക്ക് ചെയ്ത് എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള സ്ക്രൂ ഇട്ടിട്ടുണ്ട്, സ്ക്രൂവിനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ബോർഡിനും മിക്ക ബോർഡിനും ഒരു 2 സ്ക്രൂ അല്ലെങ്കിൽ മിനിമം 4 സ്ക്രൂ വരെ വരാറുണ്ട്. അപ്പം ഏറ്റവും നല്ലത് 4 സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും സ്ക്രൂ അതുപോലെ മാർക്ക് ചെയ്ത് ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ക്യാബിനിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഹോൾ ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ചെറിയ രീതിയിലൊന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ പെയിൻ്റ് ഇളവും, എന്നാലും നമ്മൾ ഈ ഹോളിലൊക്കെ ഇറങ്ങത്തക്ക രീതിയിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അത് അടിയിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്, ഒരു കോട്ട് അടിയിൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ ഹോളിലൊക്കെ ക്ലിയർ ആയിട്ട് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3mm ഡ്രിൽ ബിറ്റാണ്. അത് വെച്ച് നമ്മൾ ഹോൾ ഇട്ടതിന് ശേഷം 4mm ബിറ്റ് ഇട്ട് നമ്മൾ പുറം ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്തിടും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബിറ്റ് നമ്മൾ 3mm ഇട്ട് ഹോൾ അടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ രീതിയിൽ ബൾജാവും അപ്പുറ സൈഡ്. അപ്പോൾ ആ സൈഡ് നമ്മൾ 4mm ബിറ്റ് ഇട്ട് ഒരു ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് വരുമ്പോൾ ആ ഫിനിഷിങ് ആവും. അതിനുശേഷം ഇത് 10mm ബിറ്റ് ഇട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ മൗണ്ട് ചെയ്യേണ്ട ബോൾട്ടാണ്. അത് നമ്മൾ 10mm ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യാം. ഇവിടുത്തെ സ്പീക്കർ സോക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അസംബ്ലിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രാൻസ്ഫോമറിൻ്റെ നെറ്റും ബോൾട്ടാണ്. ബാക്കി എല്ലാ ബോർഡിന് വേണ്ടിയിട്ടുള്ള നെറ്റും ബോൾട്ട് നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാന്, അതുപോലെ സ്പീക്കർ സോക്കറ്റ്, പവർ സോക്കറ്റ്, സ്വിച്ച്, ഫ്യൂസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോട്ട് പെയിൻറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ബുഷ് 4 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹോളിലും സ്ക്രൂ നെറ്റ് ബോർഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മളിപ്പോൾ എത്ര ബോർഡ് എടുക്കുന്ന ആ ബോർഡുകൾക്കെല്ലാം ഉള്ള ഹോളുകൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഹോൾ അടിച്ച് ഇപ്പം നെറ്റ് ബോർഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ നെറ്റും ബോർട്ടാണ്. ഇത് ട്രാൻസ്ഫോമറിൻ്റെ ബുഷാണ്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ ട്രാൻസ്ഫോമർ ഇറക്കി വയ്ക്കുന്നത്. നമ്മുടെ ഒരു ബോർഡ് ഫിറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ്, കണ്ടില്ലേ. ഒരു സ്പേസർ ഇട്ടിട്ട്, ഇതിപ്പോൾ സോഫ്റ്റ് സ്റ്റാർട്ടർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഷോർട്ടായിരിക്കാനായിട്ടാണ് ഇവിടെ ഒരു സ്പേസർ ഇട്ടിരിക്കുന്നത്, കണ്ടില്ലേ. ഇതിൻ്റെ പുറത്ത് നമ്മൾ കയറ്റി വെച്ചിട്ടാണ് നെറ്റ് ബോർഡ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ബോർഡ്, ഇപ്പോൾ ഈ ബോർഡിൽ 4 സ്ക്രൂ ഉണ്ട്, അതുപോലെ നമ്മൾ 4 ഹോൾ അതുപോലെ ഇട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പവർ സപ്ലൈ ആണ്. ഇവിടെ നിന്ന് ലൈനും ന്യൂട്രും, ഇത് രണ്ടും നമ്മൾ ഫേസും ന്യൂട്രും നമ്മൾ കൊണ്ട് ഈ സോഫ്റ്റ് സ്റ്റാർട്ടറിൽ കൊടുക്കും. അതിൽ സോഫ്റ്റ് സ്റ്റാർട്ടറിൽ എഴുതിയിട്ടുണ്ട് AC ഇൻപുട്ട്, ഇവിടെ നമ്മൾ കൊടുക്കും. ഈ AC ഔട്ട് നമ്മൾ നേരെ ട്രാൻസ്ഫോമറിലേക്ക് പോകും. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് അല്ല, ഈ എർത്ത് നമ്മൾ നേരെ ഇതിൻ്റെ ക്യാബിനിലിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കും. അതിന് കുറച്ച് ഈ ക്യാബിൻ്റെ ഇവിടെ കുറച്ച് ചുരണ്ടി കളഞ്ഞിട്ട് അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ നെറ്റ് ബോൾട്ടിട്ട് ഇതുപോലത്തെ ഹോളിൽ എവിടെയും ടൈറ്റ് ചെയ്യാം. അങ്ങനെ ഇത് നമ്മൾ നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ എർത്തിങ് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡ് ഫിക്സ് ചെയ്യും. അങ്ങനെ ഒരു 3 പവർ സപ്ലൈ ബോർഡാണ് വരുന്നത്, അത് ഫിറ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ നേരെ കണക്ഷൻ പോകുന്നത് നമ്മളെ ആംപ്ലിഫയർ ബോർഡിലേക്കാണ്. ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് പിന്നെ അതിൻ്റെ ഔട്ട് നമ്മൾ നേരെ സ്പീക്കർ പ്രൊട്ടക്ഷനിലോട്ടെടുത്ത് സ്പീക്കർ പ്രൊട്ടക്ഷനിൽ നേരെ നമ്മൾ ഈ സോക്കറ്റിലേക്ക് പോകും. ഇങ്ങനെയാണ് കണക്ഷൻസ് വരുന്നത്. നമുക്കിനി ബാക്കി കാണാം. അതുപോലെ നമ്മളിതിൻ്റെ ഫ്രണ്ട് പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ചിട്ടില്ല. ഇതിന് എങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിൻ്റെ വ്യൂ മീറ്റർ വയ്ക്കാനായിട്ട് കുറച്ച് ഭാഗം ഇവിടെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം വ്യൂ മീറ്റർ കുറച്ച് ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വ്യൂ മീറ്ററിനെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. വ്യൂ മീറ്ററിൽ കുറച്ച് ദൂരം ഇതുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അല്ല നമുക്ക് ക്യാബിൻ്റെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കണക്ഷൻസ് ഒന്നും ഇല്ല, ഒരു സ്ക്രൂ ഹോളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ഫിറ്റിംഗ് ആണിത്, അതല്ലേ. ഈ സോക്കറ്റിനകത്ത് ഇതിനെ ഇങ്ങനെ ഇറക്കി വെച്ച് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലേ. ഇനി നമ്മൾ ഈ പാനിൽ ഒട്ടിക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് വയറിങ്ങും കാര്യങ്ങളുണ്ട്. അതിനുശേഷം അവസാന ഘട്ടത്തിലാണ് നമ്മൾ പാനിൽ ഒട്ടിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇളക്കാൻ പാടായിരിക്കും. നമ്മളിപ്പം കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ വയറിങ്, ഇവിടുത്തെ വയറിങ്ങും പിന്നെ ഇതിൻ്റെ വയറിങ്, അങ്ങനെ കുറച്ച് വയറിങ്, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യേണ്ടതും ഈ ഫ്രണ്ട് പാനിലൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കാണാം. അപ്പോൾ നമ്മൾ അസംബ്ലിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓരോരോ ബോർഡുകളായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എൻ്റെ എർത്ത് വെയർ ക്യാബിനുമായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരല്പം ഭാഗം
സ്ക്രാച്ച് ചെയ്തിട്ട് അവിടെ നമ്മൾ സോൾഡറിങ് വെച്ച് പിടിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് സ്പീക്കറിൻ്റെ ഔട്ട് നമ്മൾ ഗ്രൗണ്ടെല്ലാം ഷോർട്ട് ചെയ്ത് ഒറ്റ ലൈനായിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ളത് നമ്മളിതുപോലെ ചെയ്തിട്ട് ഹീറ്റ് സ്ട്രിങ് ട്യൂബ് വെച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? അത് നേരെ വന്ന് നമ്മളെ സ്പീക്കർ പ്രൊട്ടക്ഷനോട്ട് കയറുന്നുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ഗ്രൗണ്ട് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷനിൽ കൊടുക്കില്ല, അത് ഡയറക്റ്റ് നമ്മൾ നേരെ ആമ്പിൻ്റെ ബോർഡിൻ്റെ ഗ്രൗണ്ടിലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ലെഫ്റ്റ് റൈറ്റ് ചാനലിലുള്ള നമ്മൾ നേരെ ഈ ബോർഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സബിൻ്റെ ബോർഡിൽ കൊടുക്കാനാണ് ഈ വയർ എടുത്തിട്ടിരിക്കുന്നത്. ഇതല്ലേ, ഇതതിൻ്റെ ഗ്രൗണ്ട് ഫുൾ ഒറ്റ വയറാണ്, കോമൺ ആണ്. ഇത് നമ്മളെ സബിൻ്റെ ഔട്ടാണ്, അത് നമ്മൾ സബിൻ്റെ ഔട്ട് ബോർഡിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പവർ സപ്ലൈ. ഇപ്പോൾ ട്രാൻസ്ഫോമറൊന്നും വെച്ചിട്ടില്ല, അത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് അവസാനമാണ് വയ്ക്കുന്നത്. അതിൻ്റെ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ, മെയിൻ ആമ്പിൻ്റെ പവർ സപ്ലൈ ബോർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഔട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരല്പം സ്ക്രാച്ച് ചെയ്ത് അവിടെ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണത്, ഇളകി വരെയൊന്നുമില്ല അല്ലേ. ഇനി അത് നമ്മൾ ഈ ബോർഡിൻ്റെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യും. ഇതാണ് ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിൽ നമ്മൾ സോൾഡർ ചെയ്യും. അതിന് മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്ലസും മൈനസും ഗ്രൗണ്ടും കൂടെ നേരെ നമ്മൾ എടുത്തിട്ട് കണ്ടില്ലേ, ആ ഉയരാണ് വരുന്നത്. ഈ ഉയരം നേരെ വന്ന് ഈ ആമ്പിനും സപ്ലൈ പോകുന്നുണ്ട്, ഈ ആമ്പിനും പോകുന്നുണ്ട്. രണ്ടും ഒരേ വോൾട്ടേജിലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. 30-0-30 10 ആമ്പിയറാണ് രണ്ടിനും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടിനും വേണ്ടിയിട്ട് ഈ ഒരു ഉയരാണ് നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്. ഈ ഉയരം നേരെ വന്ന് ഇവിടെ കയറിയിട്ട് അല്ലേ, ഇവിടെ കയറിയിട്ട് ഇവിടെ നിന്നാണ് നേരെ വന്ന് ഈ ബോർഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് പാനലിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ, വ്യൂ മീറ്ററിൻ്റെ കണക്ഷൻ നമ്മൾ നേരെ എടുത്ത് ഇതിലോട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഔട്ടാണ് നമ്മൾ നേരെ കൊണ്ടുവന്ന് ഈ ബോർഡ് 12 വോൾട്ടാണ്, നമ്മൾ USB മൊഡ്യൂൾ 12 വോൾട്ടാണ്. അപ്പോൾ ആ 12 വോൾട്ട് തന്നെയാണ് നമ്മൾ വ്യൂ മീറ്ററിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സിഗ്നൽ നമ്മൾ ഈ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സബിൻ്റെ കൺട്രോളാണ്, അത് നമ്മൾ ഈ സ്റ്റീരിയോ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഇൻപുട്ടിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്റ്റീരിയോയിൽ വരുന്നത് കണ്ടില്ലേ, ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ഒരു വയറെടുത്ത് ഓളിംഗ് കൺട്രോൾ കൊടുത്തിട്ട് ഈ ഓളിംഗ് കൺട്രോളിൻ്റെ ഔട്ട് നേരെ പോകുന്നത് സബിൻ്റെ ഫിൽറ്ററിലേക്കാണ് അല്ലേ. ഇത് സബിൻ്റെ ഫിൽറ്ററിലേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഗെയിനർ ബോർഡ്, ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ USB മൊഡ്യൂളിൽ നിന്ന് നേരെ വന്ന് ഗെയിനറിലാണ് കയറുന്നത്. ഈ ഗെയിനറിൻ്റെ ഔട്ട് നേരെ വന്ന് കയറുന്നത് നമ്മളെ സ്റ്റീരിയോ ബോർഡിലാണ്. അത്രയാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ കോമൺ ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഈ ആമ്പിൻ്റെ ബോർഡും ഇത് നമ്മുടെ ഫിൽറ്ററിൻ്റെ ബോർഡുമാണ്. ഈ രണ്ട് ബോർഡും നമ്മൾ കോമൺ ചേസിലോട്ട് കണക്ട് ചെയ്യും. അതായത് ഇങ്ങനെ ഇതിൻ്റെ ഗ്രൗണ്ടും അതായത് +0 - അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ 0 അതായത് ഈ ഗ്രൗണ്ട് നമ്മൾ ക്യാബിനിലോട്ട് കണക്ട് ചെയ്യും. സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെതും ഫാനിൻ്റെ കൺട്രോൾ ലൈറ്റിൻ്റെതൊന്നും നമ്മൾ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യില്ല. ഇത് നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗ്രൗണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി ഇതാണ്. ഇനി നമ്മൾ ഓണാക്കുമ്പോൾ എന്തെങ്കിലും നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വ്യൂ മീറ്ററിൻ്റെ കണക്ഷൻ്റെതോ അതോ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ്റെയോ അങ്ങനെ എന്താ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ഇതാണ് നമ്മൾ ഓവറോൾ ചെയ്യുന്ന രീതി. അപ്പോൾ ബാക്കി കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ഏകദേശം ഓൺ ചെയ്ത് നോക്കേണ്ട കണ്ടീഷനിലെത്തിയിട്ടുണ്ട്. വയറിങ്ങൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. പവർ സപ്ലൈ ഏതായിരുന്നാലും നമ്മൾ ഫാനിൻ്റെ കൺട്രോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ എനിക്കിപ്പോൾ ഓൺ ചെയ്തപ്പോൾ ഒരു പണി കിട്ടി. ഈ കണക്ടർ നമ്മൾ ആംപ്ലിഫയർ ഓൺ ആക്കിയപ്പോൾ ട്രിപ്പാവും. അങ്ങനെ ഞാൻ ഈ ബോർഡൊക്കെ ഇളക്കി എല്ലാം നോക്കിയിട്ട് അവസാനം ആണ് ഈ സാധനം കണ്ടുപിടിച്ചത്. അങ്ങനെ നമുക്ക് വിചാരിക്കാത്ത സാധനങ്ങളായിരിക്കും പണി കിട്ടുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആംപ്ലിഫയർ ഇത് ഓണാക്കുമ്പോൾ MCB ട്രിപ്പാവുന്നു. അങ്ങനെ ഞാൻ അവസാനമാണ് ഈ സാധനം ഇളക്കി ചെക്ക് ചെയ്ത് മാത്രം വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ നിന്നൊരു ചെറുതായിട്ട് സ്പാർക്ക് വരുന്നു. അങ്ങനെ ഞാൻ ഈ സാധനം മാറ്റി. ഇതുപോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളായിരിക്കും നമുക്ക് കംപ്ലൈൻറ്റുകൾ വരുന്നത്. അപ്പോൾ എനിക്കിനി ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ ഓക്സിൻ്റെ കണക്ഷൻ കൊടുക്കാണ്ട് പിന്നെ വയറിങ്ങൊക്കെ ഒന്ന് അടുക്കണം. നമ്മൾ ഒരിക്കലും ആംപ്ലിഫയറിൻ്റെ വയറിങ് ചെയ്യുമ്പോൾ ഉറച്ച വയർ എന്ന് വെച്ചാൽ ഓരോ ബോർഡ് തമ്മിൽ വയറിടുമ്പോഴും ഒരല്പം വയർ 1 ഇഞ്ചെങ്കിലും കൂടുതലിട്ടിരിക്കണം. കാരണം നമുക്ക് സർവീസ് ചെയ്യുന്ന സമയത്തായിരുന്നാലും നമുക്കൊരു ബോർഡ് ഇങ്ങനെ പൊക്കി ഒരുമിച്ച് ഈ സോൾഡറിങ് ഇളക്കാതെ തന്നെ മാറ്റാം. നമ്മൾ കറക്റ്റ് അളവ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സർവീസ് വന്ന് ഒരല്പം കട്ട് ചെയ്ത് സോൾഡർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ചെയ്യുമ്പോൾ ഒരല്പം വയറിങ് പരമാവധി നീറ്റാക്കാൻ നോക്കുക. എന്നാലും കുറച്ച് കൂട്ടിയിട്ടിരിക്കണം വയർ.
എങ്കിലേ നമുക്ക് പിന്നീട് അത് ഉപയോഗമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിന് പണിയാകുമ്പോൾ ഫുൾ വയർ മാറ്റേണ്ടി വരും. ഈ ബോർഡിൽ അടി കൂടെയാണ് ഓരോ വയറുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡൊക്കെ ഇളക്കേണ്ടി വരും. നല്ല പണിയാണ്. ടാഗൊക്കെ അടിച്ചാണ് വയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല പണിയാവും. അതുകൊണ്ട് ഒരല്പം നമ്മൾ ഇതിലൊക്കെ കണ്ടില്ല, ഇത് കറക്റ്റ് ഈ ലെവലിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മെനക്കേടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വയർ. നമുക്ക് പിന്നെ അകത്തേരി വെച്ചിരുന്നാലും കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. എന്നിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അല്ലേ, ആംപ്ലിഫയർ ഓണായിട്ടുണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓണായിട്ടുണ്ട്, ഫുൾ ബോർഡുകളും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് മോഡ്. നമുക്ക് പിന്നെ വ്യൂ മീറ്റർ വർക്കാണെന്ന് നോക്കാം. ഇന്ന് USB എത്തി നോക്കാം. USB എടുത്തിട്ടുണ്ട്, റീഡ് ആവുന്നുണ്ട്. വ്യൂ മീറ്റർ വർക്കാവുന്നുണ്ട്, രണ്ടും കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അല്ലേ, ഇനി ഇതിൻ്റെ ഈ പാനൽ ഒട്ടിക്കാനുണ്ട്. പിന്നെ വയറിംഗ് ഒക്കെ ഒരല്പം കൂടെ നീറ്റ് ആക്കാണ്ട്. പിന്നെ സ്പീക്കറിൽ കൊടുത്ത് നോയ്സ് ഉണ്ടോ എന്ന് നോക്കാണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് നോയ്സ് വരും, ഗെയിനർ വയ്ക്കുമ്പോൾ നോയ്സ് വരാറുണ്ട്. കാരണം ഈ ബോർഡിൽ അത്യാവശ്യം ഗെയിനുള്ള ബോർഡാണ്. അപ്പോൾ നോയ്സ് വരികയാണെങ്കിൽ ഗെയിനർ ബോർഡ് നമ്മൾ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഗെയിനർ ബോർഡ് നമ്മൾ സബിനകത്തേക്ക് മാത്രം കൊടുക്കും, ഇത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നുള്ള വീഡിയോയിൽ അത് നമുക്ക് നോക്കാം. ആയിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിൽ നമ്മളെ ഫ്രണ്ടിലുള്ള ലുക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഈ ബാക്കിലെ സ്വിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് ആയിട്ടാണ്. ഫ്രണ്ട് ലൈറ്റ് ഓഫ് ആവാനും ഓണാണ്, ഉണ്ടല്ലേ. പിന്നെ നമ്മൾ ഈ ഫ്യൂസ് ഹോൾഡർ ഉപയോഗിച്ചിട്ടില്ല, കാരണം സോഫ്റ്റ് സ്റ്റാർട്ടർ തന്നെ ഒരു ഫ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഇത് ഡമ്മി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. ഈ സോഫ്റ്റ് സ്റ്റാർട്ടറിൻ്റെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഇതിൽ നിലക്കി ഇതിലിടാം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഡമ്മിയാണ്, ഈ ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോക്കറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ ബാക്കി എല്ലാത്തിൻ്റെ വയറിങ് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ജോയിൻറ്റുകളിലൊക്കെ ഗ്ലൂ ഗണ്ണ് ഒഴിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ സോൾഡർ ചെയ്തിട്ടുള്ള മിക്കയിടത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിൽ വർക്ക് കഴിഞ്ഞപ്പോൾ 2 ചാനൽ നോയ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഗെയിനർ വെച്ചതുകൊണ്ടാണ്. കാരണം ഇതിൽ തന്നെ അത്യാവശ്യം നല്ല ഗെയിനുള്ള ബോർഡാണ്. അപ്പോൾ ഒരുപാട് ഓവർ ഗെയിൻ ആയപ്പോൾ ഒരു നോയ്സ് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് സബിന് വേണ്ടിയിട്ട് ഈ ഗെയിനറിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഹൈഫൈ ടോൺ കൺട്രോൾ ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗെയിനർ കയറിയല്ല വരുന്നത്. ആ ഒരു വ്യത്യാസം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈ ബോർഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ 3 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളെ മെയിൻ 2 ആംപ്ലിഫയർ, അതായത് ഇതിലത്തേക്കാണ് പോയിക്കുന്നത്. ഈ 2 ആംപ്ലിഫയറിലത്തേക്കാണ് ചാനലും സബിനും ഈ സെയിം സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ സപ്ലൈ ആണ് നമ്മുടെ ഹൈഫൈ ടോൺ കൺട്രോളിനും സ്റ്റീരിയോ ബോർഡിനും സ്റ്റീരിയോ ഗെയിനറിനും സബിൻ്റെ ഫിൽറ്റർ, ഈ 3 ബോർഡിനും ഇതിൽ നിന്നാണ് സപ്ലൈ വന്നിരിക്കുന്നത്. ഇതും നമ്മൾ കോമൺ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ചേസിൽ സ്ക്രാച്ച് ചെയ്ത് സോൾഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കോമൺ ഗ്രൗണ്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ USB മൊഡ്യൂളിലുള്ള 12 തൊട്ട് സപ്ലൈ ആണ് ഇത് പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയ സപ്ലൈ എടുത്തിട്ടുണ്ട്. ഈ സപ്ലൈ പോകുന്നത് നമ്മൾ ലൈറ്റിലേക്കാണ്. അത് നമ്മൾ എടുത്തിരിക്കുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷനോട്ട് പോകുന്ന ലൈന്, അതായത് 12 AC-നെ, ആ AC-നെ തന്നെ നമ്മൾ ഇതിലും കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷനിലും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ AC നേരെ വന്ന് ഈ റെക്ടിഫയറിലും കയറുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സപ്ലൈ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൽ എടുത്തിട്ടുള്ള സപ്ലൈ. പിന്നെ ഇത് നമ്മൾ 909 ആണ് കൊടുത്തിരിക്കുന്നത് ഫാനിനത്തേക്ക് വേണ്ടി. അത് നമ്മൾ വേറെ ഒരു ബെറ്റിൽ ഇതിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനാണ് ഇതിൻ്റെ വയറിങ് മെയിനായിട്ട് വരുന്നത്. പിന്നെ 3 ചാനലിൽ നമ്മൾ 3 കളറാണ്, നീല, പച്ച, കറുപ്പ് സബിനാണ് കൊടുത്തിരിക്കുന്നത്. മഞ്ഞ വരുന്നത് നെഗറ്റീവാണ്, കോമൺ ആണ്. പിന്നെ വയറിങ് അത്യാവശ്യം നമ്മൾ പരമാവധി നീറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട്, ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ കറക്റ്റ് അളവിന് നമ്മൾ വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ബോർഡ് ഇളക്കാണ്ട് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ സോൾഡറിങ് ഇളക്കി പുതിയ വയറൊക്കെ ഇടേണ്ടേക്ക് വരും. പാടാണ്. നമുക്കിപ്പോൾ ഒരു 2 പ്രാവശ്യം സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് പാടാണ്. അതുകൊണ്ട് ഞാൻ ഒരു അത്യാവശ്യം 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും. പിന്നെ ബാക്കിയുള്ളത് മിക്ക ബോർഡുകളുടെ അടിയിലോട്ട് നമ്മൾ ടാഗ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പാനൽ കാണുമ്പോൾ മനസ്സിലാവും, കണ്ടില്ലേ, ഇവിടെ ഒരുപാട് വയറിങ് ഉണ്ട്. അല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വയറിങ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ പാടില്ലാത്ത രീതിയിലാണ് വയറിങ് ചെയ്തിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ ബാക്ക് നോക്കാം. ബാക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ആൻറ്റിനയാണ്, ഇത് ഇത്രയും ആൻറ്റിനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഓക്സ് ഇന്നാണ്, ഈ 3 ഓക്സ് ഇന്നാണ്. പിന്നെ ബനാന സോക്കറ്റ് ഔട്ടിന് കൊടുത്തിട്ടുണ്ട്. ഇത് സ്വിച്ച്, ലൈറ്റിൻ്റെ സ്വിച്ച്, ഇത് ഫ്യൂസ് ഡമ്മി, ഇതും ഡമ്മി. പിന്നെ ഈ ഹോളൊക്കെ നമ്മൾ നേരത്തെ അടച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓവറോൾ ഈ ആംപ്ലിഫയറിൻ്റെ ലുക്ക് ഇതാണ്. ഈ ആമ്പിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ഞാനൊരു ഷോർട്ടായിട്ട് ഇടാം. ചാനലിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഇടാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതുപോലെ നമ്മൾ അസംബ്ലിംഗ് വരുന്ന ആംപ്ലിഫയറിൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.